നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേദ ശ്രീനിവാസനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ്. അതേസമയം അവിടെ വിക്രം ഉണ്ടായിരുന്നു. വിക്രം സുധേ ശ്രീനിവാസനുമായിട്ട് സംസാരിക്കുന്ന സമയത്താണ് വേദയുടെ വരവ്. വേദയെ കണ്ട ഉടനെ വിക്രം ചോദിച്ചു, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? അപ്പോഴേക്കും വേദ പറഞ്ഞു, ഞാൻ ശ്രീനിവാസ് സാറിനെ കാണാൻ വേണ്ടി വന്ന. അപ്പോഴേക്കും സുധ പറഞ്ഞു, എന്താ വേദ? അപ്പോഴേക്കും വേദ പറഞ്ഞു, ചേച്ചി തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, ഞാൻ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നൊന്നും അല്ല. അപ്പോഴേക്കും സുധ പറഞ്ഞു, ഞാൻ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടൊന്നുമില്ല. അങ്ങോട്ടേക്ക് വന്ന സമയത്ത് വേദ ഞങ്ങളോട് മോശമായിട്ടാണ് പെരുമാറിയെങ്കിലും ഞങ്ങളെ വിട്ടു വന്നു കഴിയുമ്പോൾ അങ്ങനെയല്ല. വേദ പറഞ്ഞു, ഞാൻ അവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ മോശമായിട്ട് പെരുമാറില്ലല്ലോ, നല്ല രീതിയിൽ തന്നെയാണല്ലോ പെരുമാറിയത്. ശ്രീനിവാസ് ചോദിച്ചു, അല്ല എന്താ വേദ നിനക്കറിയണ്ടേ? അതെ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്. അപ്പോഴേക്കും വിക്രം ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു, നിനക്ക് എന്താടി അറിയാനുള്ളേ? നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? വിക്രം, എനിക്ക് സാറിനോടാണ് സംസാരിക്കാനുള്ളത്. ശ്രീനിവാസൻ പറഞ്ഞോ. അതെ, നമുക്ക് പുറത്തു പോയി സംസാരിക്കാമെന്ന് പറയണം. അങ്ങനെ ശ്രീനിവാസനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്ത് വിക്രവും സുധ ഇങ്ങനെ പരസ്പരം നോക്കുക, അവർക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പം ശ്രീനിവാസൻ എന്ത് ചെയ്തു, സിഗരറ്റ് കത്തിക്കാൻ തുടങ്ങണം. അപ്പോഴേക്കും വേദോട് സാറ്, എനിക്ക് 1 മിനിറ്റ് മതി, അതിൻ്റെ ഇടയ്ക്ക് പുകയെടുക്കരുത്, കാരണം എനിക്കിഷ്ടമുള്ള കാര്യമല്ല പുകവലിക്കുന്നത്. ശ്രീനിവാസ് ശരിയെന്ന് പറഞ്ഞു. പിന്നീട് വേദ പറഞ്ഞു, അതെ, ഞാൻ ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട്. വിക്രത്തിൻ്റെ പഴയ കേസുകളോ? അതെ, വിക്രത്തിനെ മയക്കുമരുന്ന് കേസിൽ പിടിച്ചായിരുന്നല്ലോ. സാറിന് അതിനകത്ത് എന്ത് തോന്നുന്നു? വിക്രം നിരപരാധിയാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ വേദ, ഇനിയിപ്പോൾ അതൊക്കെ ചകഞ്ഞു വെക്കേണ്ട കാര്യമുണ്ടോ? സാറിനില്ലായിരിക്കും, പക്ഷേ എനിക്കത് ചകഞ്ഞെടുക്കേണ്ട കാര്യമുണ്ട്. അല്ല, അന്ന് വിക്രം മയക്കുമരുന്ന് കേസ് പ്രതിയാന്ന് അറിഞ്ഞതിന് ശേഷം വിക്രം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് സാറല്ലേ വിക്രത്തെ രക്ഷിച്ചത്? സാറല്ലേ വിക്രത്തെ എന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയത്? സാറിൻ്റെ പാതയെ കൂടെ കൊണ്ടുപോയത് ശരിയല്ലേ? അപ്പോഴേക്ക് ശ്രീനിവാസൻ പറഞ്ഞു, അല്ല, അതൊക്കെ എന്തിനാ വേദ ഇപ്പം പറയണേ? എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന വിക്രം കോളേജ് വെച്ചൊരു അടിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അങ്ങനെ അടിയൊക്കെ ഉണ്ടായ ശേഷം എന്ത് ചെയ്തു, അതിനകത്ത് ഒരു പയ്യനെ പോലീസ് പിടികൂടിയായിരുന്നു. അത് അച്ഛൻ്റെ പരാതി പ്രകാരമാണ് പിടികൂടിയത്. അതിനുശേഷം അവനെ ഇറക്കാനായിട്ട് മുൻപന്തിൽ നിന്ന് ശ്രീകുമാർ ഉണ്ടായിരുന്നു. ഒരു ശ്രീകുമാറായിരുന്നു അതിന് എല്ലാം കൂട്ടുകന്നത്. ഒടുവിൽ ആ ശ്രീകുമാരൻ അവനെ ഇറക്കിക്കൊണ്ട് പോവുകയും ചെയ്തു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീനിവാസൻ്റെ മുഖം വല്ലാതിരിക്കുകയാണ്. ഒരു പക്ഷേ സാർ ആ പേര് പറഞ്ഞറിയായിരിക്കും ശ്രീകുമാർ എന്നുള്ളത്, ശരിയല്ലേ? സാറിന് ഈ പറയുന്ന ശ്രീകുമാറിനെ അറിയില്ലേ? ശ്രീനിവാസനൊന്നും മിണ്ടാതെ നിൽക്കുക. എന്താ സാറൊന്നും മിണ്ടാത്തേ? ഈ ശ്രീകുമാർ ആരാന്ന് സാറിന് നന്നായിട്ടറിയാം. സാറിൻ്റെ സഹോദരിയുടെ മകനാണ് ശ്രീകുമാർ, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോഴേക്കും ശ്രീനിവാസൻ പറഞ്ഞു, അത് ശ്രീകുമാർ ആ പയ്യനെ രക്ഷിച്ചുകൊണ്ട് പോയെങ്കിൽ അതിൻ്റെ പിന്നിൽ പല കാരണം കാണും. എനിക്ക് തോന്നുന്നു ഈ മയക്കുമരുന്ന് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് സാറിൻ്റെ മരുമോന് ബന്ധമുണ്ടോ എന്ന് നല്ല സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ വെച്ചായിരിക്കും ഒരു പരിചയവും പോലും ഇല്ലാത്ത വിക്രത്തിൻ്റെ അടുത്തേക്ക് സാർ എത്തിയത്, ശരിയല്ലേ? ഒരു പക്ഷേ ഈ ശ്രീകുമാറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതിൽ നിന്ന് എനിക്ക് ആ കാര്യങ്ങളൊക്കെ വ്യക്തമായി. സാറ് പിന്നീട് വിക്രത്തെ കൊണ്ടുപോയി സാറിൻ്റെ ആളാക്കി മാറ്റുകയോ ചെയ്തേ, പലരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ സാറേ, ഞാൻ ഈ കേസ് അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് പിന്നീട് ആരൊക്കെയാണെങ്കിലും ഞാൻ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒരു പക്ഷേങ്കിൽ ഇതിൻ്റെ വ്യക്തമായി വിവരം കിട്ടിയതിന് ശേഷം ഞാൻ വിക്രത്തെയും കൂട്ടിക്കൊണ്ട് സാറിൻ്റെ അടുത്തേക്ക് ഒരിക്കലും ഒരു വരവ് അങ്ങോട്ട് വരും. അതിങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ ശരി, നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞിട്ട് വേദ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ശ്രീനിവാസനെ ഇടിവെട്ടേറ്റ പോലെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ വേദ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീനിവാസന് ടെൻഷൻ കൂടി. ശ്രീനിവാസൻ്റെ സിഗരറ്റ് കത്തിക്കുമ്പോഴത്തേനും വിക്രം ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എന്താ സാറേ? വേദ എന്താ പറഞ്ഞേ? അപ്പോഴേക്ക് ശ്രീനിവാസൻ പറഞ്ഞു, അവൾ മിടുക്കിയാടോ, നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നും അല്ല. അതും പറഞ്ഞ് ശ്രീനിവാസൻ കയറിപ്പോയി. വിക്രത്തിന് എന്താ ഏതാ ഇങ്ങനെയൊന്നും മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വേദ ദർശനെ കാണാനായിട്ട് എത്തി. ആ സമയത്ത് ദർശൻ്റെ മുന്നിൽ വേറൊരു സാറും കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ദർശൻ പറഞ്ഞു, വേദ ഇതാരെന്നും മനസ്സിലായതോ? ഹമീദ് സാറാണ്. അങ്ങനെ വേദ നമസ്കാരമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ദർശൻ പറഞ്ഞു, കുറച്ച് കാലം മുമ്പ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന ഒരു 7 വർഷക്കാലം മുമ്പ് വിക്രത്തിൻ്റെ കേസുണ്ടായിരുന്നല്ലോ. അന്ന് അന്വേഷിക്കുന്ന സമയത്ത് ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളായിരുന്നു ഹമീദ് സാർ എന്ന് പറയണം. വേദയ്ക്ക് ഇപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. അപ്പോഴേക്കും ഹമീദ് പറഞ്ഞു, ഞാൻ റിട്ടയറായിട്ട് 3-4 വർഷമായെന്ന് പറയാം. ആ സമയം ദർശൻ പറഞ്ഞു, അല്ല വേദ ചോദിച്ചിട്ടില്ലായിരുന്നോ അന്ന് അന്വേഷിച്ച് പോലീസുകാരിൽ ആരെങ്കിലും കാണാൻ പറ്റുമോ എന്നൊക്കെ? അപ്പം ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഹമീദ് സാറിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ വേണ്ട ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ വേദയ്ക്ക് ചോദിച്ച് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേദ ഒരു നിമിഷം ആലോചിച്ചു. പിന്നീട് വേദ ചോദിച്ചു, അല്ല സാറേ, വിക്രം ആ തെറ്റ് ചെയ്തതാണോ? അപ്പോഴേക്കും
ആ പോലീസുകാരൻ പറഞ്ഞു, ഏയ് വിക്രം ഒരിക്കലും അത് തെറ്റ് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ പോലീസിന് ഇൻഫർമേഷൻ കിട്ടിയത് അങ്ങനെയല്ല. സുധാകരൻ മാഷിൻ്റെ ഭാഗിനകത്ത് മയക്കുമരുന്നുണ്ട്. മാഷ് ആ കുട്ടികൾക്ക് അത് വിതരണം ചെയ്യുന്നു പറഞ്ഞ ഇൻഫർമേഷൻ കിട്ടിയത്. അതനുസരിച്ചാണ് ഞങ്ങൾ അതോടെ പൊക്കാനായിട്ട് വന്നത്. അങ്ങനെ വന്ന സമയത്ത് മാഷിൻ്റെ ഭാഗ്യം അത് കണ്ടെടുക്കുകയും ചെയ്തു. മാഷ് കുറ്റക്കാരനാന്ന് എല്ലാവരും കരുതി. അപ്പോഴേക്കാണ് വിക്രം അതിൻ്റെ ഇടയ്ക്കിലേക്ക് കയറിയത്. വിക്രം അങ്ങോട്ടേക്ക് ഇടയ്ക്കിലേക്ക് കയറുന്ന ആരും പ്രതീക്ഷിച്ചില്ല. വിക്രം പറഞ്ഞു അത് എൻ്റേതാന്ന് പറഞ്ഞു. എന്നിട്ടോ വിക്രം ആ കുറ്റം ഏറ്റെടുത്തു. ഞങ്ങൾ ആദ്യം വിചാരിച്ച് അച്ഛനെ രക്ഷിക്കാനായിട്ട് വിക്രം ചെയ്തായിരിക്കുന്ന, പക്ഷേ വിക്രം ആ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. വിക്രം പോലീസുകാർ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ട് അത് തന്നെ പറഞ്ഞ് ഒരിക്കൽ പോലും അത് മാറ്റി പറഞ്ഞിട്ടില്ല. വേദ ചോദിച്ചു, അല്ല വിക്രം എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞത്? ആരെ രക്ഷിക്കാൻ വേണ്ട? ദർശൻ അതാ മനസ്സിലാകാത്ത. വിക്രത്തിന് അറിയാതെ ആരാ വെച്ചതെന്നുള്ള കാര്യം. അപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വിക്രം അങ്ങനെ ചെയ്തിരിക്കുന്നത്. അച്ഛനെ കുറ്റക്കാരനായിട്ട് ഒരു കാരണവശാലും കാണാൻ പാടില്ല. കാരണം അത്രയും നല്ല ആൾക്കാരുടെ ബഹുമതിയോടെ നിൽക്കുന്ന ഒരാളല്ലേ, പ്രസിഡൻ്റെ കയ്യിൽ നിന്ന് മെഡലൊക്കെ കിട്ടിയതല്ലേ. അപ്പോൾ അച്ഛനെ രക്ഷിക്കണം. പക്ഷെ കൊടുക്കാനായിട്ട് വെച്ച ആൾക്കാർ മാഷിനെ കൊടുക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. അത് കേട്ടതും വേദം ഒരു നിമിഷം ആലോചിച്ചിട്ട് ശരിയായിരിക്കും, ചിലപ്പോൾ അങ്ങനെയായിരിക്കും. അതെ, അത് തന്നെയാണ് സംഭവിച്ചത്. അതിനകത്ത് വിക്രം നിരപരാധിയാണ്. വിക്രം ഒരു തെറ്റും ചെയ്തിട്ടെന്ന് പോലീസുകാരൻ തറപ്പിച്ചു പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്തറിയാം അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കണ്ണുകളിൽ നിന്നൊക്കെ ഞങ്ങൾക്കത് പ്രകടമായിട്ട് മനസ്സിലാവും. പക്ഷേ വിക്രം തെറ്റ് ചെയ്തിട്ടില്ല. വിക്രം രക്ഷിക്കുക ശ്രമിക്കുക ചെയ്തേ. പക്ഷേ അച്ഛന് വേണ്ടിയിട്ട് വിക്രം ബലിയാടാകുക ചെയ്തേ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദിക്ക് നല്ല സങ്കടമായി. എന്ത് ചെയ്യണം, എന്ത് മറുപടി പോലും ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത്രയും കാലം വന്നിട്ട് വിക്രം ആ കുറ്റം തലയിൽ ചുമന്നോട് നടക്കുക. താനാണ് തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആ ശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്തു. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ വേദയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പം വേദ വീട്ടിലേക്ക് വന്നു. ഇത്രയും സമയം കഴിഞ്ഞപ്പോൾ വിക്രം കൂടെ വന്നു. വിക്രം വന്നിട്ട് ചോദിച്ചു, അല്ല നീ ഇത് എന്ത് ഭാവിച്ചാ? നീ എന്തിനാ എൻ്റെ ആ പഴയ കേസിന് പിന്നാലെ നടക്കുന്നേ? അപ്പോഴേക്കും വേദ പറഞ്ഞു, എനിക്ക് തെളിയിക്കണം നിങ്ങൾ നിരപരാധിയാണ്. ഓ, അപ്പം അതിന് വേണ്ടല്ലേ? അല്ല നീ ഇതൊക്കെ എന്തിനാ അന്വേഷിച്ച് നടക്കണേ? ഞാൻ നിങ്ങളുടെ ഭാര്യ ആയതുകൊണ്ട്. ഭർത്താവിന് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവ് നിരപരാധിയെന്ന് ഭാര്യയ്ക്ക് തോന്നിയ അതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കുന്ന ഭാര്യയുടെ ഉത്തരവാദിത്വം കൂടെയാണ്. അപ്പം അത് ഞാൻ തെളിയിച്ചിരിക്കും. വിക്രം പറഞ്ഞു, നീ തെളിയിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതിൻ്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞാൽ നിൻ്റെ അച്ഛനിരുന്ന കോടതിയാണ് എനിക്ക് ശിക്ഷ വിധിച്ചത്. അതിൻ്റെ പേരിൽ ഞാൻ കുറേ വർഷം അകത്ത് കിടന്ന. ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. പിന്നെ ആ തെറ്റ് ചെയ്ത ഞാനാണ്. പിന്നെ അത് വിക്രം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലോ, എനിക്കിവിടെ ബോധ്യപ്പെടണമല്ലോ. നിനക്ക് എന്ത് ബോധ്യപ്പെടാനായിട്ടാ? ഞാൻ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാൻ ആ തെറ്റ് ചെയ്തതെന്ന്. ഞാനാണ് അച്ഛനും ബൈക്കിനകത്ത് മയക്കുമരുന്ന് വെച്ചേ. അത് അന്നത്തെ കാലത്ത് മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും പിന്നാലെ നടന്ന് എൻ്റെ ജീവിതം നശിച്ചു പോയതാണ്. അത് കോടതിക്കും ബോധ്യമായ കാര്യമാണ്. അതുകൊണ്ട് നീ ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ നടക്കണ്ട. വേദ പറഞ്ഞു, നിങ്ങൾ ആരെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്? നിങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. വിക്രം പറഞ്ഞു, നീയാണോ തീരുമാനിക്കുന്നത്? ഞാനത് ചെയ്തത് തന്നെയാണ്. ഇപ്പം ഞാനല്ല തീരുമാനിക്കുന്നത്, അറിയാലോ. അധികം വൈകാതെ ഞാൻ തീരുമാനിക്കും വിക്രം. അതാരാ തെറ്റ് ചെയ്തെന്നുള്ള സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരും. ഒരു കാരണവശാലും നിങ്ങൾ അത് വെറുതെ വിടരുതെന്ന് എനിക്കറിയാം. കാരണം അതിൻ്റെ പിന്നാലെ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കും പുറത്തിറങ്ങി കഴിഞ്ഞിട്ട്. അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ കണ്ടെത്തി കാണും. പക്ഷെ നിങ്ങളത് മറച്ചു വെച്ചിരിക്കുക അത് ചെയ്ത ആരാന്ന്. ആ കാര്യം എനിക്ക് പുറത്ത് കൊണ്ടുവന്നേ മതിയാവുള്ളൂ. ഞാൻ എല്ലാവരെയും ബോധിപ്പിക്കും വിക്രം. എന്നാൽ നമുക്ക് കാണാം എന്ന് വിക്രം വേദയെ വെല്ലുവിളിച്ചു. വേദ പറഞ്ഞു, നമുക്ക് കാണാം. ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അന്ന് നിങ്ങൾക്ക് എല്ലാ സത്യങ്ങളും എന്നോട് തുറന്നു പറയേണ്ടതായിട്ട് വരും. അതാരാ ചെയ്യിച്ച, എന്തിനാ ചെയ്യിച്ചെന്നൊക്കെ. അതെല്ലാം പറഞ്ഞിട്ട് വേദ അങ്ങോട്ട് കയറിപ്പോയി. വിക്രം വല്ലാതെ അസ്വസ്ഥനായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വിക്രത്തിൻ്റെ ഫോണിലേക്ക് ശ്രീനിവാസൻ വിളിക്കുകയാണ്. ഈ സമയത്ത് വേദ മുറിക്ക് പുറത്ത് വന്നേ. അപ്പോൾ ഇതിന് എന്താ സാറിന് ചോദിക്കുകയാണ്. അതെ, ആ ശ്രീധരൻ നമുക്കൊരു ശല്യമായിട്ട് മാറിയിരിക്കുക. എന്താ സാറ് കാര്യം? അല്ല, അയാൾ നമ്മുടെ പഴയ പല കേസുകളും കുത്തിപ്പൊക്കാൻ ചാൻസ് ഉണ്ട്. അയാൾ കാസർഗോഡ് പോയിട്ട് അവിടെ ഒരു അലിയാരെ കണ്ടിട്ട് നമ്മുടെ പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചറിഞ്ഞെന്ന് കേട്ടു. അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും സാറ്? എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. അയാളുടെ സ്വഭാവം അറിയാലോ. അയാൾ സത്യത്തിൻ്റെ ഭാഗത്ത് എപ്പോഴും നിൽക്കത്തുള്ളൂ. അപ്പോൾ ലൗഡ് സ്പീക്കർ ഇട്ടാണ് വിക്രം സംസാരിക്കുന്നത്. ഇത് വേദ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, സാറ് പേടിക്കണ്ട, അയാളെ നമുക്ക് ശരിയാക്കാം, ഒതുക്കാന്ന് പറയണം. എങ്ങനെ? 2 ദിവസം അയാൾ നമ്മുടെ കസ്റ്റഡിയിൽ ഇരിക്കട്ടെ, പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും. അപ്പോഴേക്കും ശ്രീനിവാസൻ പറഞ്ഞു, അത്ര എളുപ്പമുള്ള കാര്യമില്ല, അതൊക്കെ ഞങ്ങൾ ഏറ്റു. അയാളെ ഞങ്ങൾ ഒതുക്കാം. 2 ദിവസം കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിക്കോളും. ഇന്നത്തോട് കൂടിയിട്ട് അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിക്കോളാം എന്നൊക്കെ ശ്രീനിവാസന് ഉറപ്പ് കൊടുക്കണം. ഇത് വേദ കേട്ടു. വേദയ്ക്കൊരു കാര്യം മനസ്സിലായി. വിക്രം അടുത്ത കുടുക്കിലേക്ക് പോയി ചാടാൻ പോവാണ്. ഇതെങ്ങനെയും തടഞ്ഞേ മതിയുള്ളൂ. പിന്നെ ആ ശ്രീധരൻ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം ശ്രീനിവാസനെ കുറിച്ചുള്ള. അയാൾ ചെയ്ത ഓരോ പ്രവൃത്തികളും അറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം തന്നെ വേദ തീരുമാനിച്ചു. കുറച്ച് കഴിഞ്ഞ് വേദ ഇങ്ങനെ പുറത്ത്
വീണ്ടും പുറത്ത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീജ അങ്ങോട്ട് വന്നു. എന്ത് ചെയ്യാനാ, ഇനി ഇവിടെ കിടക്കുന്ന ഈ മടലും കൊതുമ്പൊക്കെ എടുത്ത് വേണം വെള്ളം തിളപ്പിക്കാനൊക്കെ. ഇനിയിപ്പോൾ വർഷത്തിൽ 12 ഗ്യാസ് കുറ്റി മാത്രമേ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടെ. അതൊക്കെ കേട്ടിട്ട് വേദയൊന്നും മിണ്ടായിരിക്കുമോ? അല്ല വേദേ, നീ എന്തൊന്നും മിണ്ടാത്തെ? ഞാൻ പറഞ്ഞ് കേട്ടില്ലേ? അത് പിന്നെ ശ്രീജടുത്തി, ഈ ആണുങ്ങളുടെ തലേ നിലാവാന്ന് പറയുന്നത് ശരിയല്ലേ? അതെന്താ ഇപ്പം അങ്ങനെ തോന്നാനായിട്ട്? അല്ല, ഞാൻ വിക്രത്തിൻ്റെ കാര്യം ഓർത്തെ. വിക്രത്തിന് എന്തു പറ്റി? വിക്രം ഉണ്ടല്ലോ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടാൻ പോവാ. വീണ്ടും പ്രശ്നം? അതിപ്പോൾ എന്താ? അതെ, ഞാൻ പറഞ്ഞിട്ടൊരു തയ്യാറായിട്ട് ശ്രീധരൻ സാറിനെ കുറിച്ച്. ആ ശ്രീധരൻ സാറ് ഇന്ന് ശ്രീനിവാസനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന സമയത്ത് അങ്ങനെ ചെന്ന സമയത്ത് എന്നെ അവിടെ വെച്ച് കണ്ടായിരുന്നു. അപ്പോഴേക്കും അദ്ദേഹം എന്നോട് ചോദിച്ചത് എന്താണെന്നറിയോ? ഇതുപോലെയുള്ള സാമൂഹ്യ ദ്രോഹിയെ കാണാനൊക്കെ കുട്ടി എന്തിനാ വരുന്നതെന്ന്. പക്ഷേങ്കിൽ പിന്നീടാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അയാൾക്ക് എന്തൊക്കെയോ സത്യങ്ങൾ അറിയാം ശ്രീനിവാസനെ കുറിച്ച്. വിക്രത്തെ വിളിച്ചിട്ട് ശ്രീനിവാസൻ പിന്നീട് പറയുന്നത് കേട്ടു, ശ്രീധർ സാറിന് എന്നെ ഒന്ന് ഒതുക്കണമെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് വിക്രം ഇറങ്ങി പുറപ്പെടുക. വിക്രത്തിന് അറിയത്തില്ലല്ലോ ഇനിയിപ്പോൾ അത് കേസും ഇതൊക്കെ ആവുമെന്ന്. എങ്ങാനും ശ്രീധർ സാറിന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ വിക്രത്തെ പിടികൂടും. അല്ല, അതിപ്പം വിക്രം ചെയ്യുന്ന ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. ഇന്ന് രാത്രി തട്ടിക്കൊണ്ട് പോകുന്നാ പറയുന്നേ ശ്രീധർ സാറിനെ. തട്ടിക്കൊണ്ട് പോകാനാ? അതേന്നേ, അങ്ങനെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. ഉറപ്പായിട്ടും വിക്രത്തിനെ പിടികൂടും. വീണ്ടും പോലീസും കേസും ഒക്കെ ആവും. വിക്രം വീണ്ടും കുടുക്കിലേക്ക് ചെന്ന് ചാടുക. വിക്രത്തിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചാൽ മതിയാവുള്ളൂ. അപ്പോഴേക്ക് ശ്രീജ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി വിക്രത്തോട് ഇപ്പം തന്നെ കാര്യങ്ങൾ സംസാരിക്കാം. അത് ശരിയാവത്തില്ല. അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വിക്രം അത് അപ്പം തന്നെ പ്രശ്നമാക്കും. എന്നൊരു കാര്യം ചെയ്യാം, ശ്രീധർ സാറിനോട് പറഞ്ഞാലോ? വേദ പോയി പറ. ഞാനത് പറഞ്ഞിട്ടുണ്ട്, സാർ അപ്പം തന്നെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കും. അത് ശരിയാകത്തില്ല. പിന്നെ എങ്ങനെ രക്ഷിക്കും? രക്ഷിക്കാനായിട്ടൊരു മാർഗമുണ്ട്. ഇന്ന് രാത്രി നമുക്കൊരു പ്ലാൻ തയ്യാറാക്കിയാലോ? ശരിയാ, എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നമുക്കൊരു പ്ലാൻ തയ്യാറാക്കാം. അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ട് വന്നേ. എന്ത് പ്ലാനിനെ കുറിച്ചാണ് നിങ്ങൾ പറയണേ? പെട്ടെന്ന് രണ്ടുപേരും കൂടെ ഞെട്ടിപ്പോയി. നന്ദിനി എങ്ങാനും കേട്ടാൽ തീർന്നു. അല്ല, എന്തോ ഒരു പ്ലാൻ തയ്യാറാക്കുന്ന കാര്യം. ഒന്നുമില്ല, അതൊന്നുമല്ല. എല്ലാവരും ഉറങ്ങി കഴിയുന്ന സമയത്ത് എന്തോ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എനിക്കെന്ത് മനസ്സിലായി. അപ്പോഴേക്കും വേദ പറഞ്ഞു, അതേ, ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എന്താ? നന്ദിനി അടുത്തിയെ കൊല്ലാനായിട്ട്. കൊല്ലാനോ? നന്ദിനി അടുത്തിയാണല്ലോ ഈ വീട്ടിലെ ഏറ്റവും വലിയ കുതന്ത്രം ഉണ്ടാക്കുന്ന ആള്. അപ്പം നന്ദിനി അടുത്തിയെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്നെ കൊല്ലാനോ? അതെ, അതെ. ഇന്ന് ശ്രീജ അടുത്തി പറമ്പിൽ പോയപ്പോൾ അങ്ങോട്ട് ഒതളങ്ങി നിൽക്കുന്ന കണ്ടു. അപ്പം അത് കൂട്ടൊരെണ്ണം പറിച്ചുകൊണ്ടൊന്ന് അതിൻ്റെ കുഴി തരാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും നന്ദിനി അടുത്തി പേരയ്ക്കാന്നും പറഞ്ഞുകൊണ്ട് പറിച്ച് കഴിച്ചാന്ന് ഞങ്ങൾ പറഞ്ഞോളാം. എങ്ങനെയുണ്ട്? അതോട് നന്ദിനി അടുത്ത് ക്ലോസ്. അപ്പോഴേക്കും നന്ദിനി പേടിച്ചു പോയി. സത്യമാണോ നിങ്ങൾ പറയണേ? പിന്നെ അല്ലാതെ, ഇന്ന് രാത്രി ഞങ്ങളത് ചെയ്യും. അത് കേട്ടപ്പോൾ നന്ദിനിക്ക് പേടിയായി. ഇവരങ്ങനെ ചെയ്യുമോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നു. ശ്രീജ അടുത്തിന്ന് പറഞ്ഞ് ശ്രീജയെ വിളിച്ചുകൊണ്ട് വേദ അങ്ങോട്ടേക്ക് പോയി. എന്നിട്ട് രാത്രിയെ കഴിഞ്ഞപ്പോഴത്തേനും കമലെല്ലാം പോയി കിടന്ന സമയത്ത് ശ്രീജയും വേദയും കൂടെ അടുക്കളയിൽ പായസം ഉണ്ടാക്കുവാണ്. അപ്പോഴേക്ക് ശ്രീജ ചോദിച്ചു, ഇത് വർക്കാവോ? ഉറപ്പായിട്ടും വർക്കാവും. ശ്രീജ അടുത്ത് ഈ പായസം കൊണ്ട് കൊടുത്താൽ മതി. ഇതിനകത്ത് ഉറക്കുകളെ പിടിച്ച കാര്യമൊന്നും വിക്രത്തിന് അറിയില്ലോ. വിക്രം ഇത് കുടിച്ചിട്ട് അവൾ നല്ല പോത്തുപോലെ കിടന്നുറങ്ങിക്കോളും. പക്ഷെ ഇന്ന് കിടന്നുറങ്ങിയാൽ നാളെ എന്ത് ചെയ്യും? നാളത്തെ കാര്യം നാളെയല്ലേ. അപ്പം നാളെ നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യാം. അങ്ങനെ പായസം ഗ്ലാസ്സിലേക്ക് പാർന്നു കൊടുക്കുകയാണ്. അല്ല, എന്തിനെ പായസം കൊണ്ടുവന്നെന്ന് ചോദിച്ചാലോ? ശ്രീജ അടുത്ത് വായി വരുന്ന കള്ളത്തരം പറഞ്ഞാൽ മതി. ശരി, അങ്ങനെ ശ്രീജ സമ്മതിച്ചു. അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ട് വന്നു. ഇതെന്താ പായസം? കൊള്ളാലോ. എനിക്കെന്താ? അതെ, ഇത് വിക്രത്തിന് മാത്രമേ ഉള്ളൂ. അതെങ്ങനെ ശരിയാവും? വിക്രത്തിന് മാത്രം എന്തിനാ പായസം കൊടുക്കുന്നത്? എനിക്കൂടെ വേണം. അത് നിനക്കില്ല നന്ദിനി, നീ ഇങ്ങോട്ട് പോകാൻ നോക്ക്. നിനക്ക് വേണം, നീ ഉണ്ടായി കുടിക്കുക. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് വേണം. അതും പറഞ്ഞുകൊണ്ട് ഒഴിച്ചു വെച്ചിരിക്കുന്ന പായസം എടുത്തു. കുടിക്കാൻ തുടങ്ങുമ്പോഴത്തേനും വേദ പറഞ്ഞ് നന്ദിനി അടുത്ത് കുടിക്കില്ലെന്ന് പറയണം. ഞാനിത് കുടിക്കുമെന്ന് പറഞ്ഞ് നന്ദിനി കുടിക്കാൻ തുടങ്ങുമ്പോൾ ശ്രീജ തലയെ കൈ വെച്ച് നിൽക്കുവാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.